So good morning my dear students. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷനെ പറ്റി പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന്. അതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് എക്സ്ട്രാക്ഷൻ, പിന്നെ റിഫൈനിങ്. അപ്പോൾ കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ ഇനിയുള്ളത് എക്സ്ട്രാക്ഷൻ. അപ്പോൾ എക്സ്ട്രാക്ഷനിൽ വരുന്നത് മെയിൻലി രണ്ട് സ്റ്റെപ്സാണ്. ഒന്ന് കൺവേർഷൻ ഓഫ് ഓർ ഇൻറ്റു ഓക്സൈഡും റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡും. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരിക്കാം, ബട്ട് എങ്കിലും നമുക്കൊന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് പാർട്ടാണ് മെയിൻലി എക്സ്ട്രാക്ഷനിൽ വരുന്നത്. ഒന്ന് കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻറ്റു ഓക്സൈഡ്, പിന്നെ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. അപ്പോൾ കൺവേർഷൻ ഓഫ് ഓർ ഇൻറ്റു ഓക്സൈഡ്, അപ്പോൾ പേര് തന്നെ ഉണ്ട് അല്ലേ, ആ ഓറിനെ ഓക്സൈഡാക്കി മാറ്റുകയാണ്. അപ്പോൾ ഓറിനെ ഓക്സൈഡാക്കി മാറ്റാൻ രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാൽസിനേഷൻ, രണ്ട് റോസ്റ്റിംഗ്. ഒന്ന് കാൽസിനേഷൻ, രണ്ട് റോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? എക്സ്ട്രാക്ഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓറിന് മെയിൻലി രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഇൻറ്റു ഓക്സൈഡും സെക്കൻഡ് സ്റ്റെപ്പ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡും അല്ലേ. അപ്പോൾ കൺവേർഷൻ ഓഫ് ഓർ ഇൻറ്റു ഓക്സൈഡിൽ രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് കാൽസിനേഷനും ഒന്ന് റിഡക്ഷനും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് കാൽസിനേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് റോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ കാൽസിനേഷൻ എന്താണ്? കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഓറിനെയും അതിൻ്റെ ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിന് താഴെയാക്കി ചൂടാക്കുക. എന്താ പറഞ്ഞത്? ഓറിനെ ഓക്സൈഡാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? അതിനെ ചൂടാക്കാണ് വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതാണ് കാൽസിനേഷൻ. കാൽസിനേഷനിൽ കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സും ഒക്കെ ഡീകമ്പോസസ് ടു ഓക്സൈഡ്സ്. കാൽസിനേഷൻ സംഭവിക്കുമ്പോൾ കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡൊക്കെ അതിൻ്റെ ഓക്സൈഡുകളായിട്ട് മാറും. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹീറ്റിംഗ് വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് എയർ അണ്ടർ ദി മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദി ഓർ. അപ്പോൾ കാൽസിനേഷൻ സംഭവിക്കുമ്പോൾ കാർബണേറ്റ്സും ഹൈഡ്രേറ്റ്സും ഒക്കെ എന്തായിട്ട് മാറും? അതിൻ്റെ ഓക്സൈഡുകളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെ, ഹീറ്റിംഗ് അണ്ടർ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. ബട്ട് എന്തായിരിക്കും ചേഞ്ച്? വിത്ത് ദ പ്രസൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസിലാണ് ഇവിടെ ഹീറ്റിംഗ് സംഭവിക്കുന്നത് അണ്ടർ ഇറ്റ്സ് ഓസ് മെൽറ്റിംഗ് പോയിൻറ്റ്. അത് പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, സൾഫൈഡ് ഓസിനെ ഓക്സൈഡ് ആക്കിയിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഒക്കെ വേപ്പേഴ്സ് ആയിട്ട് ഇവാപ്പറേറ്റഡ് ആയി പോകും. അതായത് Cu2S ഈസ് കൺവേർട്ടഡ് ഇൻ ടു Cu2O ബൈ റോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ ഐ റിപ്പീറ്റ്, മോയ്സ്ചർ കണ്ടൻറ്റ് ഒക്കെ വേപ്പേഴ്സ് ആയി മാറും. അത് അതിലൊരു പോയിൻറ്റ്സ് ആണ്. നോട്ട്സ് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പുറമെ നോട്ട്സ് എല്ലാവർക്കും കൃത്യമായിട്ട് അയച്ചു തരും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പോയിൻറ്റ് ടു പോയിൻറ്റ് നോട്ട് ചെയ്തിട്ട് പഠിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കൺവേർഷൻ ഓഫ് ഓർ ഇൻറ്റു ഓക്സൈഡ് ആയിരുന്നു. സെക്കൻഡ് വൺ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ഓക്കെ, റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ഫസ്റ്റ് വൺ എന്താണ്? കൺവേർഷൻ ഓഫ് ഓർ ഇൻറ്റു ഓക്സൈഡ്. സെക്കൻഡ് വൺ ഈസ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ദി പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓക്സൈഡ് ഈസ് നോൺ എസ് റിഡക്ഷൻ. എങ്ങനെയാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓക്സൈഡ് ഈസ് നോൺ എസ് റിഡക്ഷൻ. അപ്പോൾ ഈ റിഡക്ഷന് ഒരു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്, നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ച ആൾക്കാരാണ്. റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇവ പോലെയുള്ള ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ എന്ന പോയിൻ്റാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മെയിൻലി പറഞ്ഞു അതിന് രണ്ട് സ്റ്റെപ്പാണ്. ഒന്ന് കൺവേർഷൻ ഓഫ് ദ ഓർ ഇൻറ്റു ഓക്സൈഡ്, സെക്കൻഡ് വൺ ഈസ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻറ്റു ഓക്സൈഡിൽ മെയിൻലി രണ്ട് സ്റ്റെപ്സാണ്. ഫസ്റ്റ് വൺ കാൽസിനേഷൻ, സെക്കൻഡ് വൺ റോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ കാൽസിനേഷനിൽ കൺവേർഷൻ എന്താ പറയുക, ഓറിനെ ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടി അതിനെ ചൂടാക്കാണ് വിതൗട്ട് ദ പ്രസൻസ് ഓഫ് എയർ അണ്ടർ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്.
അതിൽ കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സും ഒക്കെ എന്ത് ചെയ്യും, ഡികമ്പോസസ് ഇൻ ടു ഓക്സൈഡ്സ്. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് റോസ്റ്റിംഗ്. റോസ്റ്റിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, ഹീറ്റിംഗ് വിത്ത് ദ പ്രസൻസ് ഓഫ് എയർ ആൻഡ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ അവിടെ സൾഫൈഡ് സോഴ്സൊക്കെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് വേപ്പേഴ്സായിട്ട് ഇവാപ്പറേറ്റഡ് ആയി പോവും. ഫോർ എക്സാമ്പിൾ Cu2S Cu2O ആയി മാറുന്നു. ആൻഡ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ the process of extraction of metal from oxide is known as reduction. കിട്ടിയിരിക്കുന്ന ഓക്സൈഡിൽ നിന്ന് ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയാം. റിഡക്ഷൻ ഒരു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ട്. കാർബൺ മോണോക്സൈഡ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആണ്. ഹെവി മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യത്തിനൊക്കെ ഇലക്ട്രിസിറ്റിയാണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ. So here comes our next topic called refining of metals. അപ്പോൾ refining of metals-നെ പറ്റിയിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ആയിരുന്നു, സെക്കൻഡ് വൺ എക്സ്ട്രാക്ഷൻ ആയിരുന്നു, തേർഡ് വൺ ആണ് റിഫൈനിങ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു അല്ലേ മെറ്റൽസ്. ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിൽ നമുക്ക് വേണ്ട മെറ്റൽ മാത്രമല്ല, അതിന് പുറമെ അനദർ മെറ്റൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. വേറെ മെറ്റൽസ്, അതിൻ്റെ മെറ്റൽ ഓക്സൈഡ്സ്, ഈവൻ നോൺ മെറ്റൽസ് വരെ അതിലുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വേണ്ട കണ്ടൻറ്റിൻ്റെ, നമുക്ക് വേണ്ട പ്യോർ മെറ്റലിനെ മാത്രം അങ്ങ് ആറ്റിക്കുറുക്കി എടുക്കുക എന്ന് പറയില്ലേ, അതിനെ മാത്രം അങ്ങ് എടുക്കുന്നതിനെ റിഫൈൻ ചെയ്തെടുക്കുന്നതിനെയാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താ, നമ്മൾ ഏതൊരു ഓറിനെയും ഓക്സൈഡാക്കി മാറ്റി കൺവേർഷനൊക്കെ ചെയ്താലും അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റൽ അല്ലാതെ വേറെ പല മെറ്റൽസും അതിൻ്റെ ഓക്സൈഡ്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്യോർ മെറ്റൽസിനെ മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ metals obtained by reduction contain other metals, metal oxides and non-metals as impurities. Okay. Refining metal is the process of removal of these impurities to get pure metals. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. അതിനെ അല്ലെങ്കിൽ അധികമായിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. ഈ റിഫൈനിങ് ഓഫ് ദ മെറ്റൽ ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദീസ് ഇമ്പ്യൂരിറ്റീസ് ടു ഗെറ്റ് പ്യുവർ മെറ്റൽ. നമുക്ക് വേണ്ട മെറ്റൽ. ഓക്കെ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ദ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്ലോട്ടേഷനെ പറ്റിയിട്ടും മാഗ്നറ്റിക് സെപ്പറേഷനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ഓറിൻ്റെയും ഇമ്പ്യൂരിറ്റിയുടെയും ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മളതൊക്കെ പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും റിഫൈനിങ്ങിൽ മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യാറ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദം. ഇമ്പ്യൂരിറ്റീസ് ഏത് ടൈപ്പാണോ ആ രീതിയിലാണ്, അതിനോട് പറ്റുന്ന രീതിയിലാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസിൽ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ഇലക്ട്രോളിക് റിഫൈനിങ്. Liquation, distillation and electrolytic refining. Once again I repeat, എന്താണ് നമ്മൾ പറഞ്ഞത്, ഏതൊരു മെറ്റലിനെ നമ്മൾ മെറ്റൽ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റൽസും അതിൻ്റെ ഓക്സൈഡ്സും അതുപോലെ തന്നെ നോൺ മെറ്റൽസ് വരെ അവിടെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് റിഫൈൻ ചെയ്തെടുക്കുന്നതിനെയാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസിനനുസരിച്ച് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഇമ്പ്യൂരിറ്റീസ് മെയിൻലി 3 മെത്തേഡ്സ് ആർ യൂസ്ഡ് ഹിയർ: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ഇലക്ട്രോളിക് റിഫൈനിങ്. ഓക്കെ. സോ ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് നെക്സ്റ്റ് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ലിക്വേഷനും ഡിസ്റ്റിലേഷനും ഇലക്ട്രിക് റിഫൈനിങ്ങും അല്ലേ. അപ്പോൾ അതിൽ എന്താണ് ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ എന്നാണെന്ന് പറയുന്നത്. സോ നമുക്ക് പോയിൻ്റ് ഒന്ന് വായിക്കാം. Low melting metals like tin, lead may contain other high melting metals or metal oxide as impurities. On heating such metals on an inclined surface of the furnace, the pure metal melts and flows down, leaving the impurities behind. അതായത് ഈ പോയിന്റ് വിട്ട് കളയരുത് കേട്ടോ. ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിൻ ആൻഡ് ലെഡ്. അപ്പോൾ ടിന്നിനും ലെഡിനും ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഉള്ളത്. ഓക്കെ. ലോ മെൽറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ ടിന്നിലും ലെഡിലും ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ഉള്ള മെറ്റൽസോ അതിൻ്റെ മെറ്റൽ ഓക്സൈഡ്സോ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലിക്വേഷൻ എന്ന സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാം, ആ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ
ഒന്നുമില്ല, ഹീറ്റിംഗ് തന്നെയാണ്. ഓൺ ഹീറ്റിംഗ് സച്ച് മെറ്റൽസ് ഓൺ ദ ഇൻക്ലൈനഡ് സർഫസ് ഓഫ് ദ ഫർണസ് ദ പ്യോർ മെറ്റൽ മെൽറ്റ്സ് ആൻഡ് ഫ്ലോസ് ഡൗൺ ലീവിങ് ദ ഇംപ്യൂരിറ്റീസ് ബിഹൈൻഡ്. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പ്യോർ മെറ്റൽ മെൽറ്റായി പോകും. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. ഓക്കെ, ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്യോർ മെറ്റൽ വേഗം മെൽറ്റായി പോവും. ഇംപ്യൂരിറ്റി അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. കാരണം എന്താ, ഇംപ്യൂരിറ്റിക്ക് ഹയർ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ടിന്നും ലെഡും പോലെയുള്ള മെറ്റലാണ് നമുക്ക്, അതിൻ്റെ ഓറാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എങ്കിൽ അതിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടി നമുക്ക് ലിക്വേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. എങ്ങനെ? ഓൺ ഹീറ്റിംഗ് എന്ത് സംഭവിക്കും? പ്യോർ മെറ്റൽ, നമുക്ക് വേണ്ട ടിന്നാണെങ്കിലും ലെഡാണെങ്കിലും അത് വേഗം മെൽറ്റഡ് ആയി പോവും. ഇംപ്യൂരിറ്റി അവിടെ ഒരു ചേഞ്ചും സംഭവിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ നമുക്ക് വേണ്ട മെറ്റലിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലിക്വേഷൻ ഈസ് കോൾഡ്. അപ്പോൾ എങ്ങനെയാണ്? Low melting metals like tin and lead may contain other high melting metals or metal oxide as impurities. On heating such metal on the inclined surface of the furnace, the pure metal melts and flows down, leaving the impurities behind. അപ്പോൾ ഇതാണ് ആ സിസ്റ്റം. ഇനി next we are going to talk about the distillation. Distillation, what is distillation? This method is used for refining of metal with low boiling points such as zinc, cadmium, mercury. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ലോ മെൽറ്റിംഗ് പോയിൻറ്റിനെ പറ്റിയിട്ടാണ് അല്ലേ. ഇവിടെ നമ്മൾ എടുത്ത പോയിൻ്റ് ലോ ബോയിലിംഗ് പോയിൻ്റാണ്. അപ്പോൾ സിങ്കിനും കാഡ്മിയത്തിനും മെർക്കുറിക്കും ഒക്കെ ലോ ബോയിലിംഗ് പോയിൻ്റാണുള്ളത്. അപ്പോൾ ഇതിൽ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള അത് ഇംപ്യൂരിറ്റീസ് ആയിട്ട് അതിൻ്റെ മെറ്റലോ മെറ്റൽ ഓക്സൈഡ്സോ ഇംപ്യൂരിറ്റീസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഇംപ്യൂരിറ്റീനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ചൂടാക്കും. നമ്മുടെ സിങ്കിനും കാഡ്മിയത്തിനും മെർക്കുറിക്കൊക്കെ ലോ ബോയിലിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇത് വേഗം വേപ്പറായിട്ട് പോകും. ഓക്കെ, വേഗം വേപ്പറൈസ്ഡ് ആയി പോകും. ഈ വേപ്പേഴ്സിനെ കളക്ട് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് പ്യോർ മെറ്റലിനെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ പറഞ്ഞത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ റിഫൈനിങ് ഓഫ് മെറ്റൽ വിത്ത് ലോ ബോയിലിംഗ് പോയിൻറ്റ് സച്ച് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന പോലെയുള്ള മെറ്റൽസിന് ലോ ബോയിലിംഗ് പോയിൻ്റ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള വല്ല മെറ്റലോ അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡോ ഇംപ്യൂരിറ്റി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട്, എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുക, നമ്മൾ ഇതിനെ ആദ്യം ചൂടാക്കും. ചൂടായിട്ട് ഇത് പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകും. എന്ത്? പ്യുവർ ഫോം പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകും. കാരണം എന്താ, അതിന് ലോ ബോയിലിംഗ് പോയിൻ്റ് ആണ്. ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളതുകൊണ്ട് പ്യുവർ ഫോംസ് പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകും. ആ വേപ്പേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്യിപ്പിച്ച് കൂൾ ചെയ്യിപ്പിച്ചാൽ നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. ഇംപ്യൂരിറ്റീസിനെ നമുക്ക് ഒഴിവാക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് റിഫൈനിങ് ഓഫ് മെറ്റലിൽ 3 മെത്തേഡിലുള്ളതിൽ 2 മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ. വാട്ട് ഈസ് ലിക്വേഷൻ? Liquation is based on the fact that low melting metals like tin, lead may contain other impurities which is having high boiling point, high melting point. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചൂടാക്കിയാൽ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള നമ്മളെ ടിന്നും ലെഡും പെട്ടെന്ന് മെൽറ്റായി പോവും. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ നമുക്ക് ഇംപ്യൂരിറ്റീസിനെ നമ്മളെ പ്യുവർ മെറ്റലിൽ നിന്ന് മാറ്റിയെടുത്ത് കളയാം. പിന്നെ പറഞ്ഞത് ഡിസ്റ്റിലേഷനാണ്. ഈ ഡിസ്റ്റിലേഷൻ ഉള്ള പോയിന്റ് പറയുന്നത് ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള സിങ്കിൻ്റെയും കാഡ്മിയത്തിൻ്റെയും മെർക്കുറിൻ്റെയൊക്കെ കേസസിനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ വേപ്പറൈസ് ചെയ്യുമ്പോൾ പ്യുവർ ഫോം വേഗം വേപ്പറായിട്ട് പോകും. അതിനെ നമ്മൾ കളക്ട് ചെയ്ത് കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് പ്യുവർ ഫോം ഇംപ്യുവർ ഫോം എന്ന് കിട്ടും. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു മെത്തേഡ് കൂടെ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. റിഫൈനിങ് ഓഫ് ദ മെറ്റൽ ബൈ ഇലക്ട്രോളിസിസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഓഫ് ദ മെറ്റൽ. ഇതാണ് ഇലക്ട്രോളിസിസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഓഫ് ദി മെറ്റൽ യൂസിങ് എ സ്മോൾ പീസ് ഓഫ് ദ പ്യോർ മെറ്റൽ ആസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോളിസിസിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്. ഓക്കെ, ഇലക്ട്രോളിസിസിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്. അപ്പോൾ പ്യോർ മെറ്റലിനെ നെഗറ്റീവ് ഇലക്ട്രോഡാക്കി എടുത്തിട്ടും ഇംപ്യോർ മെറ്റലിനെ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡുമായിട്ട് എടുത്തിട്ട് നടത്തുന്ന ഇലക്ട്രോളിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പറിനെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയൊരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇംപ്യൂർ കാഥോഡിനെ എന്തായിട്ടാണ് എടുക്കുന്നത്? ഇംപ്യൂർ മെറ്റലിനെ നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട്. ആൻഡ് പ്യുവർ കോപ്പറിനെ നമ്മൾ കാഥോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് CuSO4 സൊല്യൂഷൻ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കൂടെ H2SO4 സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ അതിൽ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ നമുക്ക് കോപ്പറിനെ റിഫൈൻ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. റിഫൈനിങ് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഓഫ് ദ മെറ്റൽ യൂസിങ് എ സ്മോൾ പീസ് ഓഫ് എ പ്യുവർ മെറ്റൽ ആസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡ് ഇലക്ട്രോളിസിസിൽ കാഥോഡാണ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഇലക്ട്രോളിസിസിൽ ആനോഡാണ്. ആൻഡ് ഇംപ്യൂർ മെറ്റൽ ആസ് പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇംപ്യൂർ മെറ്റൽ ആനോഡായി എടുക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിനെ. കോപ്പർ ക്യാൻ ബി റിഫൈൻഡ് ബൈ ദിസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോപ്പറിനെ റിഫൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഫൈനിങ് ഓഫ് ദ മെറ്റൽസിനെ കുറിച്ചിട്ടാണ്. റിഫൈനിങ് ഓഫ് ദ മെറ്റൽസ് നമ്മൾ ലിക്വേഷൻ നോക്കി, ഡിസ്റ്റിലേഷൻ നോക്കി, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നോക്കി. ലിക്വേഷനിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അതിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നതായിരുന്നു. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് മെൽറ്റായി പോവും. അപ്പം നമുക്കങ്ങനെ ഇമ്പ്യൂരിറ്റിനെ അങ്ങനെ മാറ്റിയെടുക്കാം. നമുക്ക് പ്യുവർ മെറ്റലിനെ അങ്ങനെ കളക്ട് ചെയ്തെടുക്കാം. ഡിസ്റ്റിലേഷനിൽ പറഞ്ഞത് ലോ ബോയിലിംഗ് പോയിൻറ്റിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്കൊക്കെ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള ഇമ്പ്യൂരിറ്റിയാണ് ഉള്ളത് എങ്കിൽ നമുക്കതിനെ ഡിസ്റ്റിൽ ചെയ്തെടുത്തിട്ട് അത് പെട്ടെന്ന് വേപ്പറായി പോകും. എന്ത്? പ്യുവർ മെറ്റൽ പെട്ടെന്ന് വേപ്പറായി പോകുമ്പോൾ ആ പ്യുവർ മെറ്റലിനെ ജസ്റ്റ് കളക്ട് ചെയ്ത് കണ്ടൻസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്തിട്ടും നമ്മുടെ പ്യുവർ മെറ്റലിനെ ഇമ്പ്യൂരിറ്റിയിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് പറഞ്ഞത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഈസ് ദ refining of the metal by electrolysis of a solution of the salt of the metal. അപ്പോൾ അവിടെ പ്യുവർ കോപ്പർ എന്താണ്? കാഥോഡ് ആയിട്ടാണ് എടുക്കുന്നത്, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട്. ഇംപ്യൂർ കോപ്പർ ആനോഡായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഐ എം സോറി, ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് എഴുതി വെച്ചു. ഇംപ്യൂർ കോപ്പറിന് ഇവിടെ ആനോഡായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഇരിക്കുന്നത്. ഇവിടെ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കൂടെ H2SO4 ഇത്തിരി സൾഫ്യൂരിക് ആസിഡും കൂടി ആഡ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പറിന് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻലി 3 മെത്തേഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പോയിൻറ്റ്സ് വായിക്കുക, കേൾക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി അറിയിക്കാം. ഓക്കെ, പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം വെച്ചാൽ അങ്ങനെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.